ചട്ടിമറിയ അടിവസ്ത്രമുയർത്തിക്കാട്ടിയ ആ ഒരു ദൃശ്യം ഓർമ്മയില്ലേ? അക്ഷരാർത്ഥത്തിൽ ആ ദൃശ്യം ഇപ്പോൾ കൃത്യമായിട്ട് കോൺഗ്രസ്സുകാർക്ക് ആപ്റ്റായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ്സുകാർ വേഷം കെട്ടി ഇറക്കിച്ച് പിണറായിയെ പുലഭ്യം പറയിച്ച് ആ പുലഭ്യം പറഞ്ഞതിൻ്റെ പേരിൽ വീട് വെച്ച് കൊടുത്ത് അവരെ മനോരമയിലൂടെ വല്ലാത്ത വാർത്താ താരമാക്കി ഒരു ചട്ടി കൊടുത്ത് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേവലം 5 മാസം പെൻഷൻ മുടങ്ങിപ്പോയപ്പോൾ ആ ഒറ്റ കാരണത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ വളരെ മോശമായിട്ടവർ ആക്ഷേപിച്ചു. ആ ആക്ഷേപം മനോരമയിലൂടെ പ്രസിദ്ധീകരിച്ച് കോൺഗ്രസ്സുകാർ കോൾമയിർ കൊണ്ടു. ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു? ആ അടിവസ്ത്രം ഉയർത്തിക്കാട്ടുക, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയില്ലേ, ചിലരൊക്കെ കാര്യം കണ്ടതിന് ശേഷം മുണ്ടുപൊക്കി കാണിച്ചിട്ട് പോകുമെന്നുള്ള അതേ രീതിയാണ് ചട്ടിമറിയ കോൺഗ്രസ്സുകാരോട് കാണിച്ചത്. ചന്ദ്രശേഖർ ഷാളണിഞ്ഞു, അതുപോലെ തന്നെ പൂ തന്ന് സ്വീകരിച്ചു. മെമ്പർഷിപ്പ് എടുത്തു എന്നാണ് പറയുന്നത്. ബി.ജെ.പി. ചേർന്നു. ബി.ജെ.പി. ചേർന്നു. എന്താ അങ്ങനെ ഒരു തീരുമാനം? തീരുമാനം എന്ന് പറഞ്ഞാൽ ജീസ് എന്നോട് പറഞ്ഞാൽ ജോൺസിയും പറഞ്ഞേക്കണുണ്ടല്ലോ ഹാപ്പി അത് വലിയ ആളാക്കിയെന്ന് പറഞ്ഞു. അവന്റെ വലിയ ആളെ ഞാനും ആകണില്ല. KPCC ഒരു വീടൊക്കെ നിർമ്മിച്ചു തന്നായിരുന്നു. അത് ഞാൻ തക്കാത്തിലൊന്നുമില്ല, 1-ാം തീയതി അധ്വാനിച്ചതാ. നീയൊക്കെ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. താൽക്കാലികമായ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി പ്രായമായ ഒരു സ്ത്രീയെ കണ്ടെത്തി ആരെയും എന്തും പറയുന്ന, അല്ലെങ്കിൽ പുലഭ്യം പറയാൻ ഒരു നാണക്കേടും ഇല്ലാത്ത, ഉളുപ്പില്ലാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരെ കൊണ്ട് നടന്ന് കേരളത്തിലെ മാപ്രകൾക്ക് വാർത്താ കച്ചവടത്തിന് വേണ്ടി ഒരു ഇരയെ കൊടുത്തു. അത് വെച്ചിട്ട് പിണറായിക്കെതിരെ സംസാരിച്ചാൽ പിന്നെ വാർത്താ കച്ചവടത്തിൻ്റെ പൊടിപൂരമല്ലേ? അത് നടത്തിയതാണ്. ഇന്നിപ്പോൾ എന്തായി? പാല് കൊടുത്ത കൈക്ക് തന്നെ ആ വിഷപ്പാമ്പ് തിരിഞ്ഞു കൊത്തിയിരിക്കുന്നു. ഇന്നിപ്പോൾ എങ്ങനെയുണ്ട്? തലയെ മുണ്ടിടാതെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് ഇറങ്ങി നടക്കാൻ പറ്റൂ? പക്ഷേ നമ്മൾ മാസപ്പടിയും ദിവസപ്പടിയും ചില മാപ്രകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടാകില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ കിടന്ന് മെഴുകിയാലും വാർത്താ കച്ചവടക്കാർ അത് ഏറ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. അതാണല്ലോ കോൺഗ്രസ്സുകാരുടെ പലരുടെ ഉറപ്പ്. എന്തായാലും വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന അതേ ചട്ടിമറിയ ആ ചട്ടി കോൺഗ്രസ്സുകാരുടെ തലമണ്ടക്കിട്ട് അടിച്ചു പൊട്ടിച്ചതിന് ശേഷം നേരെ BJPക്കൊപ്പം പോയി നിന്ന് ഷോളണിയിച്ച് അവരോടൊപ്പം അടുത്ത പടി പറ്റി പോകുന്ന ആ കാഴ്ച മോങ്ങാതെ നിന്ന് കാണുന്ന കോൺഗ്രസ്സുകാരുടെ ചിത്രങ്ങളൊന്ന് പങ്കുവെച്ചാൽ സന്തോഷമായിരുന്നു. ചന്ദ്രശേഖർ ഷാളണിഞ്ഞു, അതുപോലെ തന്നെ പൂ തന്ന് സ്വീകരിച്ചു. മെമ്പർഷിപ്പ് എടുത്തു എന്നാണ് പറയുന്നത്. ബി.ജെ.പി. ചേർന്നു. ബി.ജെ.പി. ചേർന്നു. എന്താ അങ്ങനെ ഒരു തീരുമാനം? തീരുമാനം എന്ന് പറഞ്ഞാൽ ജീസ് എന്നോട് പറഞ്ഞാൽ ജോൺസിയും പറഞ്ഞേക്കണുണ്ടല്ലോ ഹാപ്പി അത് വലിയ ആളാക്കിയെന്ന് പറഞ്ഞു. അവന്റെ വലിയ ആളെ ഞാനും ആകണില്ല. KPCC ഒരു വീടൊക്കെ നിർമ്മിച്ചു തന്നായിരുന്നു. അത് ഞാൻ തക്കാത്തിലൊന്നുമില്ല, 1-ആം തീയതി അധ്വാനിച്ചതാ.